നമസ്കാരം. ഇന്ന് ഞാൻ ഔഷധക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ ശരീരത്തിന് ബലം വർദ്ധിപ്പിക്കാനും അത്യുത്തമമാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ്. ഔഷധക്കഞ്ഞിക്കായിട്ട് ഞാനിവിടെ വൻപയർ, ഉലുവ, മുതിര, ചെറുപയർ, എള്ള്, നവരയരി, തുമര, തൃപ്പല്ലി, ആശാളി ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലയായിട്ട് മുയൽച്ചെവിയനും പൂവാങ്കുരുന്നിലിൻ്റെ ഇലയുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ എള്ളും ആശാളിയും ഞാനിവിടെ കുതിർക്കാനിടുന്നില്ല. ബാക്കിയുള്ളവയെല്ലാം കഴുകി ഒരു 5-6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പച്ചിലകൾ കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട. നമുക്ക് ഈ കുതിർത്തതെല്ലാം കൂടെ വേവിച്ചും കഞ്ഞിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് കഴുകിയ എടുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തിപ്പല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. ഞാനിവിടെ കഴുകി എടുത്ത് വെച്ചിരുന്ന പച്ചില സമൂലം ഒന്ന് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് ഒരല്പം വെള്ളം കൂട്ടി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ വേവിക്കാൻ വെച്ചിരുന്നതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പച്ചിലയും കൂടെ ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ആശാളി ഞാൻ വേവിക്കാൻ വെച്ചിട്ടില്ലായിരുന്നു. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആശാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്തിന് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം ഉരുകി വന്നു. ഇനി ഇത് നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തേങ്ങ ഇവിടെ തിരുമ്മി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചുക്കും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കർക്കിടകക്കഞ്ഞി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ കർക്കിടകത്തിൽ എല്ലാവരും തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒന്നാണ് കർക്കിടകക്കഞ്ഞി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ.